ഈ കിടക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇതിന് ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയണേ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് പറയാം. ഇതിന് വലിയ മധുരവും ഇല്ലെങ്കിലും കാച്ചിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ബബ്ലൂസ് നാരങ്ങ. കഴിഞ്ഞ ദിവസത്തിന് കൊമ്പ് ചാച്ചൻ വെട്ടി ഇറക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറെ ബബ്ലൂസ് നാരങ്ങ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ വലിയൊരു കൊമ്പ് വെച്ചിട്ട് നമ്മൾ വലിയൊരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നു. അത് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ തൊട്ട് താഴെ കൊടുത്തേക്കാം. ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത്രയും വലിയ സാധനം എനിക്ക് കൊറിയർ അയച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബബ്ലൂസ് നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാളെ ലാസ്റ്റ് ചെയ്യും. കാരണം ഞാനിത് 2 വർഷം മുമ്പ് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത് ചുങ്ങിപ്പോയി. പക്ഷേ ചുങ്ങിപ്പോയെങ്കിലും നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വലിയ, പക്ഷേ ഇപ്പോഴും ബബ്ലൂസ് നാരങ്ങ വരച്ച പെയിൻറ്റിങ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവയുടെ കാര്യം മറക്കണം കേട്ടോ. ഇനി 4 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഗിവ വിന്നറിനെ അനൗൺസ് ചെയ്യും. സോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.